നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും അനിതാസ് ഫുഡ് ഡയറി ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 5 ചേരുവകൾ വെച്ച് 15 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഈ പ്രാതലിന്റെ പേരെന്താ എന്ന് ഞാനൊരു ഷോർട്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിന്റെ അടുത്തെത്താൻ ഈ കാണുന്ന ലിങ്ക് തൊട്ടാൽ മതി കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ പേരാണ് ഒറോട്ടി. ഈ ഫുഡിന് കുറച്ച് ഹൈലൈറ്റ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. പിന്നെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രാതലാണ്. 15 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് ഉണ്ടാക്കാൻ. ആദ്യം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ 2.5 കപ്പ് വേണം. ചിരകിയ നാളികേരം 1.5 കപ്പ്. എരിവുള്ള പച്ചമുളക് 4-5 എണ്ണം വേണം. ഉപ്പ് 1/2 ടീസ്പൂൺ. പച്ച വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ആദ്യം ഒരു പാത്രം എടുത്ത് ഗോതമ്പ് പൊടി ഉപ്പും ഇട്ട് ഒന്ന് കുഴയ്ക്കുക. ഉപ്പ് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അടുത്തതായി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ലൂസായി പോയ ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ചമുളക് അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ ചിരവിയ നാളികേരം ഇട്ട് നല്ലോണം കുഴച്ച് മാറ്റി വയ്ക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ എണ്ണ തടവി കൊടുക്കാം. സാധാരണ ഒരു വാഴ ഇലയിലേക്ക് ഈ മാവ് വെച്ചിട്ട് പരത്തിയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്കിവിടെ ഇലയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് എണ്ണ തടവി അതിനുശേഷം ഈ മാവ് പരത്തുകയാണ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ് അങ്ങനെ ദോശക്കല്ലിലേക്ക് വെച്ച് ഒന്ന് അമർത്തണം. ഒരു സൈഡ് ദോശക്കല്ലിൽ നിന്നും വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റ് പയ്യെ മാറ്റിയെടുക്കാം. പിന്നീട് ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ചുട്ടെടുത്ത് ചൂടോടെ വിളമ്പി കഴിക്കാം കേട്ടോ. ഇതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് ബാക്കിയുള്ള നാളികേരവും 3 മുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ട് അരച്ചെടുക്കാം. പിന്നീട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരയ്ക്കണം. കുറച്ച് കട്ടിയുള്ള ചട്നിയാണ് കേട്ടോ ഇത്. എല്ലാവരുടെയും ഉപ്പിനും മുളകിനും അനുസരിച്ച് നമുക്ക് ഇതിലത്തെ പച്ചമുളകും അതേപോലെ ഉപ്പും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് അനിതാസ് ഫുഡ് ഡയറി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.